അകത്ത് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുമാരൻ തമ്പിയും കുടുംബവും. അതുകൊണ്ട് ജഗദീഷ് വിളിച്ചു പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായില്ല. പകരം ആരോ അലറിയതുപോലെ മാത്രമേ തോന്നിയുള്ളൂ. അതെന്താണെന്ന് നോക്ക്, അദ്ദേഹം വേലക്കാരനോട് പറഞ്ഞു. അവൻ എണീറ്റ് പുറത്തേക്ക് വന്നു. പുറത്ത് നിൽക്കുന്നവരെ കണ്ട് അവനൊന്ന് ഞെട്ടി. നീയാണോടാ കുമാരൻ തമ്പി? ജഗദീഷ് അവനോട് തിരക്കി. അല്ല, പിന്നെ നീ ആരാ? ഞാനിവിടുത്തെ ജോലിക്കാരനാ. നിന്നെ ഞാൻ വിളിച്ചോടാ. അവനിവിടെ ഇല്ലേടാ, ആ കുമാരൻ. മുതലാളി അകത്തുണ്ട്. എന്തോന്ന് മുതലാളി? ആരുടെ അകത്താടാ അവൻ? വേലക്കാരന് ദേഷ്യം വന്നു. മര്യാദയ്ക്ക് പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടാ എന്ന് ചോദിച്ചുകൊണ്ട് ജഗദീഷ് സിറ്റൗട്ടിലേക്ക് കയറാൻ ഭാവിച്ചപ്പോൾ തൊട്ടു മുന്നിലേക്ക് കുമാരൻ തമ്പി ഇറങ്ങി വന്നു. ആരാ? എന്തു വേണം? എനിക്ക് കുമാരൻ തമ്പിയെ കാണണം. ഞാനാ തമ്പി. ഓഹോ. ജഗദീഷ് ഒന്ന് ഞെളിഞ്ഞു നിന്നു. മദ്യക്കുപ്പി വലത് കൈയിൽ നിന്ന് ഇടത് കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. മിസ്റ്റർ തമ്പിയുടെ മകളുണ്ടല്ലോ ഓർമ്മ, അവളെ ആകാശിനെ കൊണ്ട് കെട്ടിക്കാമെന്ന മോഹം നടക്കില്ല. അവന് ഇതുപോലെ ഒരു പെണ്ണിനെ ആവശ്യമില്ല. മാന്യമായി ജീവിക്കുന്നവനാണ് അവൻ. നിങ്ങൾക്ക് നാണമില്ലല്ലോ അവൻ്റെ പിന്നാലെ മോളെയും കൊണ്ട് വലിഞ്ഞു കയറി ചെല്ലുവാൻ. ഏയ് മിസ്റ്റർ, നിങ്ങൾ അനാവശ്യം പറയരുത്. പറഞ്ഞാൽ നിങ്ങളങ്ങ് വിഴുങ്ങിക്കളയുമോ? അടിച്ചു പല്ല് പറിക്കും ഞാൻ. കേട്ടോടാ ആകാശേ ഈ പരട്ട കിഴവൻ പറയുന്നത്. ജഗദീഷ് തിരിഞ്ഞ് കാറിൻ്റെ ബോണറ്റിലേക്ക് നോക്കി. അവൻ അറിയാതെ ഒന്ന് ഞെട്ടി. ആകാശ് ഇരുന്നിടം ശൂന്യം. എടാ, നീ എവിടെ പോയി? മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഇയാളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, വേലക്കാരൻ പറഞ്ഞു. നളിനാക്ഷിയും ഓർമ്മയും തമ്പിയുടെ പിന്നിലായി എത്തിക്കഴിഞ്ഞിരുന്നു. ഓർമ്മയ്ക്ക് ഒറ്റ നോട്ടത്തിൽ ജഗദീഷിനെ മനസ്സിലായി. അവനും അവളും പരസ്പരം നോക്കി. മോള് പോലീസിനെ വിളിക്ക്. ഇവനെ അങ്ങനെ വിട്ടുകൂടാ. എന്തൊക്കെ അനാവശ്യങ്ങളാണ് ഇവൻ പറഞ്ഞതെന്നറിയാമോ? സംഗതി കുഴയുമെന്ന് മനസ്സിലായപ്പോൾ ജഗദീഷിന് ഭയമായി തുടങ്ങി. അളിയോ, ഇവർ വരട്ടുന്ന കേട്ടോ, നമ്മളെ പോലീസിനെ കൊണ്ട് ഷേവ് ചെയ്യിച്ച് കളയുമെന്ന്. അതിനും മറുപടിയില്ല. ഓർമ്മ പോലീസിന് ഫോൺ ചെയ്യാൻ അകത്തേക്ക് പോകുന്നത് ജഗദീഷ് കണ്ടു. ഇനി നിന്നുകൂടാ. തന്നെ പിന്നെ എടുത്താളോമെടോ എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞ് ഒറ്റയോട്ടം. ബൈക്കിനടുത്തെത്തിയതും അത് സ്റ്റാർട്ടായി കഴിഞ്ഞു. അവൻ പിന്നിലേക്ക് ചാടി വീണു. നീ നല്ല പണിയാണ്ടാ കാണിച്ചത്. എന്നെ കൊലയ്ക്ക് കൊടുക്കാനായിരുന്നോ നിൻ്റെ ഉദ്ദേശം? ജഗദീഷിന് കോപം അടക്കാനായില്ല. എല്ലാം നീ തന്നെ കൈകാര്യം ചെയ്ത് തരാമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടല്ലേ ഇവിടേക്ക് വന്നത്? എന്ന് വെച്ച് എൻ്റെ പിന്നിലൊരു ധൈര്യത്തിന് നിനക്ക് നിന്നുകൂടായിരുന്നോ? അത് ശരിയല്ലെന്ന് തോന്നി. അതെന്താ? ഞാൻ നിന്നെപ്പോലൊരു മൂന്നാം കിടയാണെന്ന് അവർ ചിന്തിക്കില്ലേ? അതും പോരാഞ്ഞ് എൻ്റെ ഡാഡി നേരിട്ട് വാക്ക് കൊടുത്തതാണ്. ആ നിലയ്ക്ക് ഞാൻ കൂടി നിന്നോടൊപ്പം വന്നുവെന്ന് ആരും അറിയേണ്ടെന്ന് കരുതി. അതിരിക്കട്ടെ, കാര്യങ്ങൾ എവിടെ വരെയായി? അവരെന്നെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് തോന്നിയപ്പോൾ ജീവനും കൊണ്ട് ഓടിപ്പോന്നു. അതേതായാലും നന്നായി. പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ നിന്നെ അവർ ശരിക്കും പെരുമാറും. കണ്ണിൽ ചോരയില്ലാത്തവൻ. നമുക്ക് കുറെ കൂടി ബുദ്ധിപൂർവ്വം നീങ്ങണം. ഇനിയത്തെ ഐഡിയ നിൻ്റേതായിക്കൊള്ളട്ടെ. ഓക്കെ, നാളെ രാവിലെ തന്നെ. എന്താ ഐഡിയ എന്നറിയട്ടെ. ഏതായാലും നിൻ്റെ തലയ്ക്കുള്ളിലെ കളിമണ്ണിൽ നിന്നും ഉണ്ടാകുന്നതിനേക്കാൾ മെച്ചമായ ആശയമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഓ, ജഗദീഷ് ചുണ്ട് വക്രിച്ചു. നീ രാവിലെ 10 മണിക്ക് മുൻപ് എന്നെ കാണണം. ശരി. മദ്യത്തിൻ്റെ ബാക്കി എന്ത് ചെയ്യേ? നീ എന്നെ ചതിച്ചതിൻ്റെ വിഷമത്തിൽ ഞാൻ കുടിച്ചു. എപ്പോൾ? ഇപ്പോൾ. അവൻ കുപ്പി വലിച്ചെറിഞ്ഞു. അടുത്ത നാൾ 9 മണിയായപ്പോൾ ജഗദീഷ് ആകാശിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി. അകത്തേക്ക് പാളി നോക്കി. പോർച്ചിൽ കാർ കണ്ടില്ല. ഭാഗ്യം. വർമ്മയെ അദ്ദേഹം നേരത്തെ വീട് വിട്ടു പോയതിൽ അടക്കാനാവാത്ത സന്തോഷത്തോടെയാണ് ചൂളമടിച്ചുകൊണ്ട് അകത്തേക്ക് വന്നത്. പക്ഷേ ആകാശ് അപ്പോൾ ബെഡ് കോഫി കഴിക്കുകയായിരുന്നു. തന്നെത്താനെ രാവിലെ ഞണ്ണു തുടങ്ങിയോടാ. കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലേ? ഇല്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി രാവിലെ ഇവിടേക്കുള്ള ഈ എഴുന്നള്ളത്ത് ഞാനങ്ങ് നിർത്തുക. എന്തു പറ്റി? കാറ് പോർച്ചിലില്ലെന്ന് കണ്ടപ്പോൾ അങ്കിൾ സ്ഥലത്ത് കാണില്ലെന്നാണ് ഞാൻ കരുതിയത്. ബാക്കി പറയണ്ട. രാവിലെ കിട്ടാനുള്ളത് കിട്ടിക്കാണോ? കാറ് ഇന്നലെ വർക്ക്ഷോപ്പിൽ കയറ്റിയതാടാ. രാവിലെ 10 മണിക്ക് മുൻപ് കാണണമെന്ന് നീ പറഞ്ഞതെന്തിനാ? അതോ വെള്ളത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണോ? അല്ലടാ, സുപ്രധാനമായൊരു തന്ത്രം ഞാൻ ആവിഷ്കരിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പറയൂ. നീ എന്നോട് ആത്മാർത്ഥതയുള്ളവനാണെന്ന് തെളിയിക്കാനുള്ള ഒരവസരം കൂടിയാണിത്. ആകാശ് എണീറ്റു. ഒരു കാര്യം ചെയ്യ്, നീ ബൈക്കുമായി പോയിക്കോ. ഞാൻ പിന്നാലെ വന്നേക്കാം. ഡാഡി രാവിലെ വിസിറ്റിംഗ് റൂമിൽ തപസ്സിരിക്കുക. ഓക്കെ. ജഗദീഷ് താക്കോലും എടുത്ത് പുറത്തേക്ക് വന്നു. പോകുവാണോ? പ്രതാപ് വർമ്മ തിരക്കി. അതെ, എനിക്ക് ബൈക്കൊന്ന് വേണമായിരുന്നു. അതിന് വന്നതാ. ആരുടെയും മുകളിൽ കൊണ്ടുപോയി കയറ്റരുത്. അങ്കിൾ കരുനാക്ക് കൊണ്ട് പറയാതെ. വർമ്മ എന്തോ പറഞ്ഞപ്പോഴേക്കും അവൻ സിറ്റൗട്ട് കടന്നു കഴിഞ്ഞിരുന്നു.
ബൈക്ക് ഗേറ്റ് കടന്നപ്പോൾ പ്രതാപവർമ്മ ചിരിച്ചു. ആകാശിന് മനമാറ്റം വന്നു കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ ഈ സമയത്ത് ആകാശ് ഡ്രസ് ചെയ്ത് ബാൽക്കണിയിൽ പതുങ്ങി നിൽക്കുകയായിരുന്നു. എന്തിനോ വർമ്മ തൻ്റെ മുറിയിലേക്ക് പോയതും ശബ്ദമുണ്ടാക്കാതെ അവൻ പുറത്തേക്ക് നീങ്ങി. ആകാശ്, മമ്മി വിളിക്കുന്നത് കേട്ടു. പക്ഷേ അവർ കാണും മുൻപ് അവൻ പുറത്തു കടന്നു. പിന്നെ ചെടികളുടെ മറപ്പറ്റി ഗേറ്റിലേക്ക് നീങ്ങി. റോഡിലെത്തിയപ്പോൾ അവൻ ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു. കുറച്ചകലെ കാത്തു നിൽക്കുകയായിരുന്നു ജഗദീഷ്. വേഗം വാ അളിയ. അവൻ അടുത്ത് ചെന്നപ്പോഴേക്കും ജഗദീഷ് ഗിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നേരെ ബാറിലേക്ക്. യാത്രക്കിടയിൽ എതിരെ ഒരു പോലീസ് ജീപ്പ് വരുന്നത് കണ്ടു. സാമളിയനായിരിക്കും പറഞ്ഞുകൊണ്ട് ജഗദീഷ് ബൈക്ക് ജീപ്പിന് നേരെ വിട്ടു. ജീപ്പ് ഡ്രൈവർ ബ്രേക്ക് അമർത്തി. വല്ലാത്തൊരു ശബ്ദത്തോടെ ടയർ റോഡിൽ ഉരഞ്ഞു നിന്നു. ജഗദീഷും ബ്രേക്ക് അമർത്തി. ജീപ്പിനെ തൊട്ടു ഇല്ല എന്നതുപോലെ ബൈക്കും നിന്നു. ജഗദീഷ് ഗമയിൽ തലയുയർത്തി ജീപ്പിന് നേരെ നോക്കി. റാസ്കൽ എന്നലർച്ച ജീപ്പിനുള്ളിൽ നിന്നും കേട്ടു. ആകാശ് നോക്കുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ബെഞ്ചമിൻ ജീപ്പിൽ നിന്നും ചാടി ഇറങ്ങുന്നത് കണ്ടു. എൻ്റെ അമ്മച്ചിയെ, ജഗദീഷ് നിലവിളിച്ചു പോയി. ആകാശ് ഒട്ടും സമയം പാഴാക്കിയില്ല. ബൈക്കിൽ നിന്നിറങ്ങി ഒറ്റയോട്ടം. റാസ്കൽ, പോലീസ് ജീപ്പിന് മുന്നിലാണോടാ അഭ്യാസം കാണിക്കുന്നത്? ചോദ്യവും അടിയും ഒന്നിച്ചായിരുന്നു. ജഗദീഷ് ബൈക്കിൽ നിന്ന് വീണു. അവിടെ നിന്നും അവനെ പിടിച്ചുയർത്തി വീണ്ടും അടിച്ചിട്ട് ബെഞ്ചമിൻ പോലീസുകാർക്കിടയിലേക്ക് എറിഞ്ഞു. ഒപ്പം കൽപ്പനയും. അവനെ എടുത്ത് ജീപ്പിലിട്.